ബില്ലുകളിലെ സമയപരിധി സംബന്ധിച്ച രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിശോധിക്കുക. സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, വാസ്തവത്തിൽ ഒരു ഭരണഘടനാ സ്തംഭനത്തിലേക്ക് തന്നെ രാജ്യത്തെ ഒന്നാകെ വിവിധ സംസ്ഥാനങ്ങളെയൊക്കെയും കൊണ്ടുപോയ വിഷയമാണ്. അതിലാണ് ഒരു വ്യക്തത ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വരുന്നത്. എങ്ങനെയാകും കോടതിയുടെ മുന്നിലേക്ക് വിഷയം എത്തുക? അസിത, ഈ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ 3 മാസം സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയായിരുന്നു 14 ചോദ്യങ്ങൾ ഉയർത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു റഫറൻസ് സുപ്രീം കോടതിക്ക് നൽകിയത്. ഈ 14 ചോദ്യങ്ങൾ അടങ്ങുന്ന റഫറൻസ് ആണ് ഭരണഘടനയുടെ 2 അംഗ ബെഞ്ച് അല്ല പരിഗണിക്കേണ്ടതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ റഫറൻസ് ചൊവ്വാഴ്ച 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, പി.എസ്. നരസിംഹ, എ.എസ്. ചന്ദ്രൂർക്കർ എന്നിവരടങ്ങുന്ന മറ്റംഗങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ റഫറൻസിൽ ചോദിക്കുന്നത് ഭരണഘടനയുടെ 200-201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതി കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടാതെ ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കും പ്രത്യേകമായ വിവേചന അധികാരമുണ്ട്. അത് ഉപയോഗിക്കുന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബിൽ അവതരിപ്പിക്കുമ്പോൾ ഗവർണർക്ക് മുൻപാകെയുള്ള ഭരണഘടനാപരമായ ഓപ്ഷനുകൾ എന്തൊക്കെയാണ്, അതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏകദേശം 14 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റഫറൻസ് ഇപ്പോൾ ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നൽകിയത്. ഇതാണ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത് കേരളം നേരത്തെ നൽകിയ ഹർജിയിലും എല്ലാം ഇതിന് ബാധകമാകുന്നൊരു വിധി, ഒരു പൂർണ്ണമായ ഒരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളം കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട് വിധി തങ്ങൾക്കും ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം നൽകിയ ഹർജി പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പിൻവലിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ഈ റഫറൻസിന്മേൽ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാവൂ എല്ലാ നിലയും കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അതൊരു അന്തിമ തീർപ്പിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു ഹർജികൾ പരിഗണിക്കാൻ പോകുന്നു. രാഷ്ട്രപതിക്കും ഗവർണർക്കും നൽകിയ സമയപരിധി സംബന്ധിച്ചുള്ള ഒരു ഹർജിയിൽ ആ വിധിയെ സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ ഘട്ടമായിരിക്കും ഇനിയിപ്പോൾ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുക.